بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ കൂടിയിരുത്തം സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്തിൽ ധാരാളം പ്രതിഫലം നൽകപ്പെടുന്ന സൽക്കർമ്മമായി അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കിതാബു തൗഹീദിൽ നിന്ന് ഏതാനും ചില ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ക്ലാസ് ഹദീസിലെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും. നമ്മൾ ഹദീസിൽ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് 10 ഹദീസുകൾ പഠിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ ക്ലാസ്സിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ പഴയതുപോലെ വീണ്ടും ഖുർആൻ തഫ്സീറിലേക്ക് മടങ്ങുന്നതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ സഹീഹുൽ ബുഖാരിയിൽ നിന്ന് 10 ഹദീസുകൾ പഠിക്കുവാനും അതിൻ്റെ അർത്ഥം, വിശദീകരണം പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പഠിക്കാൻ ഒരു ചെറിയ രൂപത്തിലെങ്കിലും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. കിതാബുൽ ഈമാൻ, കിതാബു തൗഹീദ്, ഈ 2 പ്രധാന അധ്യായങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട ചില ഹദീസുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട, സംസാരവുമായി ബന്ധപ്പെട്ട ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സംസാരിക്കും. അതുപോലെ തന്നെ മറ്റു മലായിക്കത്തുകളോടും സംസാരിക്കും. അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സിഫത്താകുന്നു. അള്ളാഹുവിൻ്റെ സിഫത്ത് മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല അള്ളാഹുവിൻ്റെ സംസാരം. ഇത് ജഹ്മിയാക്കൾ, മുഅ്തസില പോലെയുള്ള വഴികേടിലായ ചില ആശയക്കാർക്കുള്ള മറുപടിയായിരുന്നു. ജഹ്മികൾക്ക് തന്നെ മറുപടിയായിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്? ഖൽഖു അഫ്ആലിൽ ഇബാദ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് എഴുതിയൊരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഖൽഖു അഫ്ആലിൽ ഇബാദ്. എന്താണ്? സൃഷ്ടികളുടെ കർമ്മങ്ങൾ സൃഷ്ടിക്കുക. അതായത് നമ്മൾ സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്. അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ പ്രവർത്തികൾ അത് അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. പക്ഷേ ആ പ്രവർത്തികൾ ചെയ്യുന്നതാരാണ്? സൃഷ്ടികളാണ്. ജഹ്മിയാക്കൾക്കൊരു ആശയമുണ്ട്. എന്താണത്? സൃഷ്ടിക്ക്, ദാസന്, അള്ളാഹുവിൻ്റെ അടിമക്ക് പ്രവൃത്തിയില്ല. അവൻ നിർബന്ധമായി ചെയ്യിക്കപ്പെടുകയാണ്. അതല്ലാതെ അവൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല എന്നാണ് ജഹ്മിയാക്കളുടെ ആശയം. അവരുടെ തെറ്റായ ആശയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചതാണ് അല്ലേ? അതായത് അള്ളാഹുവിന് സിഫാത്തുകൾ നിഷേധിക്കുക. അവയിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ
സിഫത്തുൽ കലാം, അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു. ഖുർആൻ അള്ളാഹുവിൻ്റെ സിഫത്തായ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയോട് സംസാരിച്ചു. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. ഇതൊക്കെ ആര് നിഷേധിക്കുന്നുണ്ട്? ജഹ്മിയകൾ നിഷേധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ തെറ്റായ ആശയങ്ങളിൽപ്പെട്ടതാണ് ഈമാൻ എന്ന് വെച്ചാൽ വിശ്വാസത്തിന് അറിവ് മാത്രം മതി, അൽ മഅരിഫ. അതുകൊണ്ട് തന്നെ ഇപ്പം ഫിർഔൻ്റെ ഈമാൻ, ഫിർഔൻ്റെ വിശ്വാസം എന്ന വിഷയം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ആശയപ്രകാരം ഫിർഔന് കാഫിറായത് ഈമാനില്ലാത്തതുകൊണ്ടല്ല, അതായത് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. ഫിർഔന് വിശ്വാസമുണ്ട് എന്നാണ് ജഹ്മികൾ പറയുന്നത്. കാരണം അവരുടെ ആശയപ്രകാരം ഈമാൻ ഏത് മതി? അറിവ് മതി. ഫിർഔന് അറിയാമായിരുന്നു എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് യഥാർത്ഥ ഇലാഹ്, താൻ ഇലാഹല്ല എന്നൊക്കെ അറിയാം. അപ്പം അത് മാത്രം മതി ഏതിന്? ഒരാൾ വിശ്വാസിയാകാൻ. പക്ഷെ എന്തുകൊണ്ടാണ് ഫിർഔന് കാഫിറാനുള്ള കാരണം? ജഹ്മികളുടെ വീക്ഷണപ്രകാരം അയാൾ ഈമാൻ അള്ളാഹുവിൻ്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിച്ചു, അയാളിൽ നിന്ന് മുഖാലഫ ഉണ്ടായപ്പോൾ അയാൾ കാഫിറായി. എന്നല്ലാതെ ഈമാൻ നമ്മുടെ വീക്ഷണപ്രകാരം എന്താണ്? ഖൗലുൻ ബിൽ ലിസാൻ, നാവുകൊണ്ട് സത്യവാക്യം ഉച്ചരിക്കുക, മനസ്സിൽ അത് പ്രകാരം വിശ്വാസം ദൃഢീകരിക്കുക, അതുപോലെ തന്നെ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഖൗലുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ അർക്കാൻ വഅ്തിഖാദുൻ ബിൽ ഖൽബ്. ഇതിൽ നിന്നൊക്കെ പിഴച്ചു പോയ ആശയക്കാരാണ് അൽ ജഹ്മു ബിൻ സഫ്വാൻ. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 128. അതുപോലെ തന്നെ അവരുടെ തെറ്റായ ആശയങ്ങളിൽപ്പെട്ടതാണ് സ്വർഗം നരകം എന്ന് പറയുന്നത്. അത് ശാശ്വതമല്ല, അത് കുറച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നു. മനസ്സിലായില്ലേ? സ്വർഗവും നരകവും എന്താണ്? തഫ്നയാനി. നമ്മുടെ വിശ്വാസപ്രകാരം എന്താണ്? ലാ തഫ്നയാനി, അതൊരിക്കലും നശിച്ചു പോവുകയില്ല. അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖതാനി, അത് അള്ളാഹുവിൻ്റെ രണ്ട് സൃഷ്ടികളാണ്. സ്വർഗവും നരകവും അതൊരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ധാരാളം തെറ്റായ ആശയങ്ങളുണ്ട് ആർക്ക്? ഈ അൽ ജഹ്മിയ എന്ന ഗ്രൂപ്പുകാർക്ക്. അതുകൊണ്ട് തന്നെ വേറെ ബുഖാരിയുടെ വേറെ റിവായത്തുകളിൽ കിതാബു തൗഹീദിൻ്റെ ആ ഉൻവാന് ടൈറ്റിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ചില കോപ്പികളിൽ, ചില റിവായത്തുകളിൽ കിതാബു തൗഹീദി വറദ്ദി അലൽ ജഹ്മിയ എന്നും കൂടിയും കാണാൻ പറ്റും. തൗഹീദിൻ്റെ അധ്യായം, അതോടൊപ്പം തന്നെ ആർക്കുള്ള മറുപടിയും? ജഹ്മികൾക്കുള്ള മറുപടിയും എന്ന ഒരു ഉൻവാന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് സിഫത്തുൽ കലാമുമായി ബന്ധപ്പെട്ട വേറൊരു വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വായിക്കാം. കിതാബു തൗഹീദ്. قال الإمام البخاري رحمه الله: باب ما يجوز من تفسير التوراة وغيرها من كتب الله بالعربية وغيرها، لقول الله تعالى: قل فأتوا بالتوراة فاتلوها إن كنتم صادقين. ഇതാണ് ഈ അദ്ധ്യായത്തിൻ്റെ മുഴുവൻ ഭാഗം. ഇത് കിതാബു തൗഹീദിലെ 51-ാമത്തെ അധ്യായമാണ്. 51-ാമത്തെ അധ്യായം. ഈ അധ്യായം ഇമാം ബുഖാരി നൽകുന്നത് സിഫത്തുൽ കലാം, അള്ളാഹുവിൻ്റെ അൽ കലാം എന്ന വലൈക്കും സലാം വബറകാതുഹു ഗുണവുമായി ബന്ധപ്പെട്ട അധ്യായമാണ്.
ഹദീസാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ബാബു മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹാ മിൻ കുതുബില്ലാഹി ബിൽ അറബിയ്യത്തി വഗൈരിഹാ. മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹാ, തൗറാത്തും അതല്ലാത്ത അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, വിവരിക്കുന്നത് അനുവദനീയമാകുന്നു. എങ്ങനെ വിവരിക്കുന്നത്? ബിൽ അറബിയ്യത്തി വഗൈരിഹ, അറബി ഭാഷ കൊണ്ടും അല്ലാത്ത ഭാഷകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അധ്യായം. അതായത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, തൗറാത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങൾ, ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിലോ അല്ലാത്ത ഭാഷകളിലോ വ്യാഖ്യാനിക്കപ്പെടുന്നത് അനുവദനീയമാകുന്നു എന്നാണ് ഈ അദ്ധ്യായത്തിൻ്റെ ഉൻവാൻ, തർജമ. ഇത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഹദീസ് വായിച്ചിട്ട് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. وقال ابن عباس أخبرني أبو سفيان بن حرب أن هرقل دعا ترجمانه ثم دعا بكتاب النبي صلى الله عليه وسلم فقرأه بسم الله الرحمن الرحيم من محمد عبد الله ورسوله إلى هرقل ويا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم الآية. എന്താണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഹദീസിൻ്റെ ഈ ബാബിൻ്റെ ഉൻവാന് മുതൽ വിശദീകരിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഇമാം ബുഖാരി പറയുന്നു വഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇസ്നാദ് ഉദ്ധരിക്കുന്നുണ്ടോ? ഇബ്നു അബ്ബാസിലേക്ക് വരെയുള്ള ഇസ്നാദ് ഉദ്ധരിക്കുന്നില്ല. അപ്പോൾ എന്താണത്? ഇത് മുമ്പ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. കിതാബു ബദ്ഇൽ വഹി, വഹിയിൻ്റെ ആരംഭം എന്ന കിതാബാണ് സഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ കിതാബ്. രണ്ടാമത്തെ കിതാബ് എന്താണ്? കിതാബുൽ ഈമാനാണ്. നമ്മൾ പഠിച്ചതല്ലേ കിതാബുൽ ഈമാൻ. അപ്പോൾ കിതാബ് ബദ്ഇൽ വഹിയിൽ ഈ ഹദീസ് നമുക്കറിയാം. ഹിറഖിൽ ആരാണ്? റോമൻ ചക്രവർത്തി. റോമൻ ചക്രവർത്തിയുടെ കഥ എന്ന തലക്കെട്ടിൽ അറിയപ്പെട്ട ദീർഘമായ ഹദീസ് ഉണ്ട് സഹീഹുൽ ബുഖാരിയിൽ. അബൂ സുഫിയാനും കൂട്ടരും ഹിറഖിലേക്ക് പോയി. അങ്ങനെ ഹിറഖിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചില്ലേ. ആ ചോദ്യങ്ങൾക്കൊക്കെ ആര് മറുപടി പറയുന്നുണ്ട്? അബൂ സുഫിയാൻ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദീർഘമായ ഒരു കഥയുണ്ട്, ഒരു ഹദീസുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ആ ഭാഗം മാത്രമാണ് ഇമാം ബുഖാരി ഇവിടെ ഉദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ ഇസ്നാദ് അറിയണമെങ്കിൽ കിതാബ് ബദ്ഇൽ വഹിയിലേക്ക് പോകണം. വഖാല ഇബ്നു അബ്ബാസ് അഖ്ബറനി അബൂ സുഫിയാൻ ഇബ്നു ഹർബിൻ, അബൂ സുഫിയാൻ എന്നോട് പറഞ്ഞു, എന്നെ അറിയിച്ചു, അന്ന ഹിറഖ്ല ദഅ തർജുമാനഹു, ഹിറഖിൽ തൻ്റെ തർജമക്കാരനെ, വിവർത്തകനെ വിളിച്ചു വരുത്തി. ثم دعا بكتاب النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറഖിലേക്ക് എന്താ അയച്ചിരുന്നു? ഒരു കത്ത് അയച്ചിരുന്നു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ആ കത്ത് ആരാവശ്യപ്പെട്ടു? ഹിറഖിൽ ആവശ്യപ്പെട്ടു. മാത്രമല്ല അതോടൊപ്പം തന്നെ ആരെയും വിളിച്ചു വരുത്തി? തർജമക്കാരനെ. കാരണം കിതാബ് എന്ന് പറഞ്ഞാൽ കത്താണ്. ഈ കത്ത് എഴുതപ്പെട്ടത് അറബി ഭാഷയിലാണ്. അത് തർജമ ചെയ്യണമെങ്കിൽ ആര് വേണം? തർജമക്കാരൻ വേണം. ഫഖറഅഹു, ആ തർജമക്കാരൻ അത് വായിച്ചു കൊടുത്തു. ഏത് വായിച്ചു കൊടുത്തു? കത്ത് വായിച്ചു കൊടുത്തു. ഫഖറഅഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ കത്തിൻ്റെ ഉള്ളടക്കമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെ ദാസനായ ദൂതനായ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹിറഖിൽ, റോമൻ ചക്രവർത്തിയായ ഹിറഖിലേക്ക് അയക്കുന്ന കത്ത്. ഇങ്ങനെയാണ് ഈ കത്തിൻ്റെ തുടക്കം. മനസ്സിലേ? അതോടൊപ്പം തന്നെ ആ കത്തിൽ ഈ ആയത്തും കൂടിയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇമാം ബുഖാരി ചുരുക്കിയതാണ്. എന്താണ് ആയത്ത്? യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. എന്താണ് ഇതിനർത്ഥം? വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. ഇവിടെ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ എന്താണ് ഇമാം ബുഖാരിയുടെ ഉദ്ദേശം? എന്തൊക്കെയാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ തുടക്കത്തിലേക്ക് മടങ്ങാം. ബാബു മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹാ മിൻ കുതുബില്ലാഹി ബിൽ അറബിയ്യത്തി വഗൈരിഹാ. ഇതാണ് ഇതിൻ്റെ അധ്യായം. മാ യജൂസു, അനുവദനീയമാകുന്നു, മിൻ തഫ്സീരി തൗറാത്തി. ഇവിടെ മാ എന്ന് പറഞ്ഞാൽ പാടില്ല എന്നല്ല കേട്ടോ, പാടില്ല എന്ന അർത്ഥമല്ല. മാ യജൂസു എന്ന് പറഞ്ഞാൽ അല്ലദി യജൂസു, അനുവദനീയമാകുന്ന എന്ന അർത്ഥമാണ്. മാ എന്നത് അല്ലദി, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വിച്ച് എന്നൊക്കെ പറയും, അതിൻ്റെ അർത്ഥം ആ അർത്ഥത്തിൽ വരാം. എന്നാൽ ഇല്ല എന്ന അർത്ഥത്തിലേക്കും വരാം. താങ്കൾ ഭക്ഷണം കഴിച്ചോ? അകൽത്ത? മാ അകൽത്തു, ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഇവിടെ അർത്ഥം മാറി. അതുപോലെ തന്നെ ചോദ്യത്തിനും മാ ഉപയോഗിക്കാം. അൽ ഖാരിഅ, മൽ ഖാരിഅ, മൽ ഖാരിഅ, എന്താണ് അൽ ഖാരിഅ എന്ന് വെച്ചാൽ ഇവിടെ ചോദ്യമാണ്. അപ്പം മാ പല അർത്ഥത്തിനും ഉപയോഗിക്കും. മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹാ മിൻ കുതുബില്ലാഹി ബിൽ അറബിയ്യത്തി വഗൈരിഹാ. മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി വഗൈരിഹാ, തൗറാത്തും അതല്ലാത്ത, വഗൈരിഹ എന്ന് പറഞ്ഞാൽ അതല്ലാത്ത ഗ്രന്ഥങ്ങളും തഫ്സീർ ചെയ്യുന്നത് അനുവദനീയമാകുന്നു. മിൻ കുതുബില്ലാഹി, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ പെട്ട തൗറാത്തും തൗറാത്ത് അല്ലാത്ത ഗ്രന്ഥങ്ങളും. ശരി, തഫ്സീർ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? തഫ്സീർ വ്യാഖ്യാനം. വ്യാഖ്യാനം അനുവദനീയമാകുന്നു. എങ്ങനെ വ്യാഖ്യാനം? ബിൽ അറബിയ്യത്തി വഗൈരിഹ, അറബി ഭാഷയിലും അല്ലാത്ത ഭാഷകളിലും വ്യാഖ്യാനിക്കപ്പെടുന്നത് അനുവദനീയമാകുന്നു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ ഈ അധ്യായം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഹൽ യതഖയ്യദുൽ ജവാസു ബിമൻ ലാ യഫ്ഖഹു ദാലിക ലിസാന ഔ ലാ അൽ അവ്വലു ഖൗലുൽ അക്സർ. അതായത് മറ്റു ഭാഷകളിലേക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നത് അനുവദനീയമാകുന്നു എന്ന് ആര് പറയുന്നു? ഇമാം ബുഖാരി പറയുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, എന്നാൽ ആ അനുവദനീയം, ആ അനുവാദം ആ ഭാഷ തിരിയാത്ത ജനതയ്ക്ക് വേണ്ടിയാണോ? അല്ലേ? അതായത് ഭാഷ തിരിയാത്ത, ഭാഷ അറിയാത്ത ജനങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു വിധിയാണോ ആ അനുവാദം? അതല്ലേ? അൽ അവ്വലു ഖൗലുൽ അക്സർ, ആദ്യത്തെ വീക്ഷണമാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണം. അതായത് അറബി ഭാഷ അറിയാത്തവർക്കാണ് വിവർത്തനം ചെയ്യപ്പെടേണ്ടത്. ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം. ഇതിൽ നിന്ന് തന്നെ സഹോദരന്മാരെ, ഖുർആൻ വ്യാഖ്യാനം മറ്റു ഭാഷകളിലേക്ക് ആവശ്യമുണ്ടായാൽ വ്യാഖ്യാനിക്കാമെന്ന് ഇമാം ബുഖാരി തന്നെ ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലിഖൗലില്ലാഹി തആല ഖുൽ ഫഅ്തു ബിത്തൗറാത്തി ഫത്ലൂഹാ ഇൻ കുൻതും സ്വാദിഖീൻ. ഇമാം ബുഖാരി അധ്യായം കൊടുത്തിട്ട് പറയാണ്, ഇതിന് തെളിവെന്താണ്? ലിഖൗലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഈ വചനം കാരണം. എന്താണ് ഈ വചനത്തിൽ? ഖുൽ ഫഅ്തു ബിത്തൗറാത്തി ഫത്ലൂഹാ ഇൻ കുൻതും സ്വാദിഖീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വേദക്കാരെ വെല്ലുവിളിക്കുകയാണ്. ഖുൽ ഫഅ്തു ബിത്തൗറാ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരുവിൻ, എന്നിട്ട് അത് നിങ്ങൾ പാരായണം ചെയ്യൂ. അപ്പോൾ തൗറാത്ത് ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്? എഴുതപ്പെട്ടതല്ല, അവതരിക്കപ്പെട്ടത് ഹിബ്രു ഭാഷയിൽ. അൽ ഇബ്രാനി, അറബി പറയും അൽ ഇബ്രാനിയ. അപ്പോൾ ഹിബ്രു ഭാഷയിലുള്ള
തൗറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ ഖുൽ താങ്കൾ പറയുക ഫഅതു ബിത്തൗറാ വേദക്കാരോട് പറയൂ നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരൂ. അങ്ങനെ അവർ പാരായണം ചെയ്യട്ടെ. അവർ ഹിബ്രു ഭാഷയിൽ പാരായണം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തുകൾക്കും മനസ്സിലാകണമെങ്കിൽ ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടണം? അറബി ഭാഷയിലേക്ക്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഇമാം ബുഖാരി ഇവിടെ കൊടുക്കാനുള്ള കാരണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ വേദക്കാരുമായി നമ്മൾ സംവാദം നടത്തുമ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിജ്ഞാനം വേണം. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷകൾ അത്യാവശ്യം പഠിച്ചിരിക്കണം. കിതാബു തൗഹീദിൻ്റെ ഒരു ഷർഹാണ്, അതായത് സഹീഹുൽ ബുഖാരിയുടെ അധ്യായമാണ് കിതാബു തൗഹീദ്. ആ കിതാബു തൗഹീദ് വിശദീകരിച്ച ഒരു പണ്ഡിതനാണ് മദീനത്ത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുള്ള അൽ ഗുനൈമാൻ. അദ്ദേഹത്തിന് 2 വാള്യത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കിതാബു തൗഹീദ് വിശദീകരിച്ചുകൊണ്ട്. സഹീഹുൽ ബുഖാരി കിതാബു തൗഹീദ് വളരെ വിലപ്പെട്ട ഒരു അധ്യായമാണ്. ധാരാളം അഖീദപരമായ ഹദീസുകൾ അടങ്ങിയ കിതാബു തൗഹീദാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അൽ ഗുനൈമാൻ ഈ കിതാബു തൗഹീദ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ അധ്യായം കൊണ്ട് എന്താണ് ഇമാം ബുഖാരിയുടെ ഉദ്ദേശം? ومراده أن التفسير والإيضاح والتفهيم لكلام الله من فعل المفسر. ഇമാം ബുഖാരി ഇവിടെ ഖുർആൻ തർജമ അനുവദനീയമാണ് എന്ന കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയല്ല കിതാബു തൗഹീദ് അധ്യായം കൊടുത്തത്. കാരണം അതും കിതാബു തൗഹീദ് തമ്മിൽ ബന്ധമില്ലല്ലോ. ഖുർആൻ തർജമയും അതുപോലെ തന്നെ തൗഹീദ് തമ്മിൽ നേരിട്ട് ബന്ധമില്ല. അപ്പോൾ എന്താണ് ഇമാം ബുഖാരിയുടെ ഉദ്ദേശം ഇവിടെ? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഖുർആൻ വ്യാഖ്യാനം, വിശദീകരണം എന്ന് പറയുന്നത് മിൻ ഫിഅലിൽ മുഫസ്സിർ, അത് വ്യാഖ്യാതാവിൻ്റെ പ്രവൃത്തിയിൽ പെട്ടതാണ്. വഹാദാ കുല്ലുഹു ഫിഅലുൽ ഇബാദി വഹുവ മഖ്ലൂഖ്. എന്നാൽ ദാസന്മാരുടെ, അടിമകളുടെ പ്രവൃത്തി അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. മനസ്സിലായില്ലേ? കമാ അന്നൽ ഖിറാഅത വൽ കിതാബത വൽ ഹിഫ്ദ ഫിഅലുൽ അബ്ദി വഹു മഖ്ലൂഖ്. ഇതുപോലെ വായന, എഴുത്ത്, മനപ്പാഠമാക്കൽ എല്ലാം ദാസൻ്റെ, അടിമയുടെ, മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. അത് അള്ളാഹുവിൻ്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്. നേരെ മറിച്ച് അമ്മൽ മക്തൂബു, എഴുതപ്പെട്ട വചനങ്ങൾ, അൽ മഖ്റൂ, വായിക്കപ്പെടുന്ന വചനങ്ങൾ, വൽ മഹ്ഫൂദു, മനപ്പാഠമാക്കുന്ന വചനങ്ങൾ, ഇദാ കാന മിൻ കുതുബില്ലാഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണെങ്കിൽ ഫഹുവ കലാമുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണെന്ന്. ഇമാം ബുഖാരി ഹദീസ് ഈ അധ്യായം ഇവിടെ കൊടുക്കുമ്പോൾ ഏതാണ് മനുഷ്യൻ്റെ സൃഷ്ടി? മഖ്ലൂഖായ, സൃഷ്ടിയായ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ അടിമകളുടെ കർമ്മം ഏതാണ്? എന്നാൽ മഖ്ലൂഖ് അല്ലാത്ത അള്ളാഹുവിൻ്റെ കലാം ഏതാണ്? ഈ 2 യാഥാർത്ഥ്യങ്ങൾ തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഇമാം ബുഖാരി നൽകിയ അധ്യായമാണ്. എന്തുകൊണ്ടാണ് ഈ അധ്യായം കൊടുക്കാനുള്ള കാരണം? ജഹ്മിയാക്കൾക്കുള്ള മറുപടി, അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സിഫത്താണ് എന്ന യാഥാർത്ഥ്യം നിഷേധിക്കുന്ന ജഹ്മികൾക്കുള്ള മറുപടി. അതോടൊപ്പം തന്നെ സൃഷ്ടിക്ക്, അടിമക്ക് അവൻ്റേതായ പ്രവർത്തികൾ ഇല്ല. അവൻ നിർബന്ധപൂർവം കർമ്മം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നൊരവസ്ഥയിൽ അവൻ കർമ്മം ചെയ്യിക്കപ്പെടുകയാണ്, സ്വയം ചെയ്യുകയല്ല എന്ന ജബ്രികൾ എന്നൊരു പിഴച്ചു പോയൊരു ആശയമുണ്ട്. എനിക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല, 1000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ സലഫുസ് സാലിഹീങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കാതെ നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോയാൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല വ്യതിയാനങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, നമ്മുടെ അഖീദ, വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ ഒക്കെ നമ്മൾ
സംരക്ഷിക്കണമെങ്കിൽ സലഫുസ്സാലിഹീങ്ങളുടെ ആ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കേണ്ട സംഗതി അനിവാര്യമാണ്. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിലെ കിതാബു തൗഹീദ്. അതുപോലത്തെ ഇമാം ബുഖാരി ഹിജ്റ 256 മരണപ്പെട്ട സലഫുസ്സാലിഹീങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹം ജഹ്മിയാക്കൾക്ക് മറുപടിയായിട്ടൊരു പുസ്തകം എഴുതുന്നു, ഖൽഖു അഫ്ആലിൽ ഇബാദ്. ഈ ഗ്രന്ഥം ഇപ്പോഴും നമുക്ക് വാങ്ങാൻ സാധിക്കും. അത് അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമാണ്. പറഞ്ഞു വരുന്നത്, ഇമാം ബുഖാരി ഈ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അധ്യായം സഹീഹുൽ ബുഖാരിയിൽ നൽകുന്നത്. മനസ്സിലായില്ലേ? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ പറയുന്നു, വജ്ഹു ദലാലത്തി, ഈ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് തെളിവ് ഉദ്ധരിക്കാൻ സാധിക്കുക? ഇമാം ബുഖാരി പറഞ്ഞ ആ വിഷയം എങ്ങനെയാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? എന്താ ഇമാം ബുഖാരി പറഞ്ഞത്? മാ യജൂസു മിൻ തഫ്സീരി തൗറാത്തി, തൗറാത്തും അല്ലാത്ത വിശുദ്ധ ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലോ അല്ലാത്ത ഭാഷയിലോ വ്യാഖ്യാനിക്കപ്പെടുന്നത് അനുവദനീയമാകുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന ഈ വിഷയം ഈ ആയത്തിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഇബ്നു ഹജർ പറയുന്നു, വജ്ഹു ദലാലത്തി അന്ന തൗറാത്ത് ബിൽ ഇബ്രാനിയ്യ, ഇതിൻ്റെ ദലാലത്ത് തൗറാത്ത് എന്ന ആ വിശുദ്ധ ഗ്രന്ഥം ഹിബ്രു ഭാഷയിലാണ് അവതരിക്കപ്പെട്ടത്. വഖദ് അമറ അല്ലാഹു തആല അൻ തുത്ല അലൽ അറബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു ആ വിശുദ്ധ ഗ്രന്ഥം അറബികൾക്ക് പാരായണം ചെയ്യപ്പെടാൻ. ആര് കൽപ്പിച്ചു? അല്ലാഹു കൽപ്പിച്ചു. വഹും ലാ യഅരിഫൂന അൽ ഇബ്രാനിയ്യ, അറബികൾക്കാണെങ്കിൽ ഹിബ്രു ഭാഷ അറിയുകയുമില്ല. ഫഖദിയ്യതു ദാലിക, അതിൻ്റെ വിവക്ഷ അൽ ഇദ്നു ഫി തഅബീരി അൻഹാ ബിൽ അറബിയ്യ, ഹിബ്രു ഭാഷയിൽ അവതരിക്കപ്പെട്ട തൗറാത്ത് അറബി ഭാഷയിൽ വിവരിക്കപ്പെടുന്നത് അനുവദനീയമാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതം നൽകി എന്ന കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുക. മനസ്സിലായില്ലേ? അപ്പം ഹിബ്രു ഭാഷയിൽ എഴുതപ്പെട്ട അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനമായ കലാമായ തൗറാത്ത് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ ആര് കൽപ്പിച്ചു? അള്ളാഹു കൽപ്പിച്ചു എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. അദ്ദേഹം ഷാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതനാണ്. ഇനി നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. വഖാല ഇബ്നു അബ്ബാസിൻ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിതൃവ്യ പുത്രനാണ് അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹം എവിടെയാണ് മരിച്ചത്? ഹിജ്റ എത്രാം വർഷം? തായിഫിൽ ഹിജ്റ 68. ഇതൊക്കെ നമ്മൾ തഫ്സീർ പഠിക്കുമ്പോൾ ഇബ്നു കസീർ തഫ്സീർ പഠിച്ചപ്പോൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വായിച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഇതൊക്കെ നിൽക്കുകയുള്ളൂ. വഖാല ഇബ്നു അബ്ബാസിൻ അഖ്ബറനി അബൂ സുഫ്യാൻ ഇബ്നു ഹർബിൻ. ഈ സഹോദരന്മാർ, ഈ ഇസ്നാദിൻ്റെ രൂപം ഇമാം ബുഖാരി നേരിട്ട് പറയാണ് വഖാല ഇബ്നു അബ്ബാസിൻ. ഈ ഇസ്നാദിന് എന്താ പറയുക? ഈ ഇസ്നാദിന് എന്താണ് പറയുക? ഇബ്നു കസീർ തഫ്സീർ പഠിച്ചപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച മുസ്തലഹുൽ ഹദീസിലെ ഒരു ടേമാണ്, ഒരു മുസ്തലഹാണ് ഇത്. ഇമാം ബുഖാരി ഇസ്നാദ് ഉദ്ധരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ്, അയാളുടെ ഷെയ്ഖ് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇസ്നാദ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതിനാണ് പറയുക മുഅല്ലഖ് എന്ന്. എന്താണ് മുഅല്ലഖ്? തഅലീഖായിട്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഇസ്നാദ് ഉദ്ധരിക്കാതെ അദ്ദേഹം ഇവിടെ കുറിച്ച് വെച്ച ഹദീസിന്, അസറിന് മുഅല്ലഖ് എന്ന് പറയും. മനസ്സിലായില്ലേ? അതിന് നേരെ ഓപ്പോസിറ്റാണ് മൗസൂൽ എന്ന് പറയും. ഹദീസുൻ മുഅല്ലഖ്. മുഅല്ലഖായ ഹദീസ്, അതായത് ഇമാം ബുഖാരിയുടെ ഷെയ്ഖ്
ഷെയ്ഖായ ഗുരുക്കന്മാരെ ഉദ്ധരിക്കാതെ, ഷെയ്ഖന്മാരെ ഉദ്ധരിക്കാതെ നേരിട്ട് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ്, അസർ, അതിനാണ് മുഅല്ലഖ് എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റാണ്, വിപരീതമാണ് ഹദീസുൻ മൗസൂൽ. എന്നാൽ മൗസൂൽ എന്ന് പറഞ്ഞാൽ ഇസ്നാദ് ഉദ്ധരിച്ചുകൊണ്ട് ചേർക്കപ്പെട്ട ഹദീസ്. ഇപ്പോൾ മുഅല്ലഖായ ഈ ഹദീസ്, ഇപ്പോൾ ഈ ഇബ്നു അബ്ബാസിൻ്റെ ഈ ഹദീസ്, ഇത് യഥാർത്ഥത്തിൽ മുഅല്ലഖാണോ? ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. ആരാ ഒന്ന് ഓർമ്മിപ്പിക്കുക? അതെ, ഇത് ഇവിടെ മുഅല്ലഖാണെങ്കിലും, കിതാബു തൗഹീദിൽ ഈ ഹദീസ് മുഅല്ലഖാണെങ്കിലും, കിതാബു ബദ്ഇൽ വഹ്യി എന്ന ഒന്നാമത്തെ കിതാബിൽ ഇമാം ബുഖാരി ഈ ദീർഘമായ ഹദീസ് ഇസ്നാദായിട്ട്, മൗസൂലായിട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ മനസ്സിലാകുക? ഒന്നുകിൽ ആ അധ്യായം വായിക്കുക, അല്ലെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയും ഇമാം ബുഖാരി ഈ മുഅല്ലഖായ ഈ ഹദീസ് വേറെ ഭാഗത്ത് മൗസൂലായി ഉദ്ധരിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയും ഇമാം ബുഖാരി അല്ലാത്ത പണ്ഡിതന്മാർ ഈ ഹദീസ് മൗസൂലായിട്ട് സഹീഹായ ഇസ്നാദോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ അധ്യായം നോക്കുക. ഇതാ ഇവിടെ ഇബ്നു അബ്ബാസിൻ്റെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി പറയുന്നു, ഹാദാ തറഫുൻ മിനൽ ഹദീസി തവീൽ, ഇത് ദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗമാകുന്നു. ഏത്? ഇബ്നു അബ്ബാസിൻ്റെ ഈ ഹദീസ്. അല്ലദീ തഖദ്ദമ മൗസൂലൻ ഫി ബദ്ഇൽ വഹ്യ്, ശ്രദ്ധിക്കണം, അല്ലദീ തഖദ്ദമ മുമ്പ് കഴിഞ്ഞു പോയ, മൗസൂലൻ മൗസൂലായിട്ട് മുമ്പ് ഉദ്ധരിക്കപ്പെട്ട, ഫി ബദ്ഇൽ വഹ്യ്, ബദ്ഇൽ വഹ്യ് എന്ന കിതാബിൽ മുമ്പ് മൗസൂലായിട്ട് ഉദ്ധരിക്കപ്പെട്ട ദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ഇത് എന്ന്. ഇതാരാ പറയുന്നത്? ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി 13-ാം വാള്യം പേജ് 633. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ അറിയിച്ചു. ആരെ അറിയിച്ചു? അബൂ സുഫിയാന ഇബ്നു ഹർബ്. അബൂ സുഫിയാൻ്റെ പലപ്പോഴും പലർക്കും പേരറിയില്ല. അതുകൊണ്ട് പല സഹാബത്തുകളുടെയും പേരുകൾ, ചരിത്രം, മരണ വർഷമൊക്കെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അബൂ സുഫിയാൻ്റെ പേരെന്താണ്? സഖ്ർ ഇബ്നു ഹർബ് ഇബ്നി ഉമയ്യ. അദ്ദേഹത്തിൻ്റെ വല്ലിപ്പയുടെ പേരാണ് ഉമയ്യ. അതുകൊണ്ട് സഹോദരന്മാരെ, അബൂ സുഫിയാൻ്റെ മകൻ്റെ പേരെന്താണ്? മുആവിയ ഇബ്നു അബി സുഫിയാൻ. അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിന് എന്ത് പേര് നൽകപ്പെട്ടു? ആരാ പറയാ? മുആവിയ എന്നല്ല, ഉമവി ഭരണകൂടം. ഉമവി. എന്തുകൊണ്ടാണ് ഉമവി ഭരണകൂടം എന്ന് പറയാനുള്ള കാരണം? അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരിൽ ഒരു പിതാവാണ് ഉമയ്യ. അയാളിലേക്ക് ചേർക്കപ്പെടുന്നതാണ് ഉമവിയാക്കൾ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ രഹസ്യം. സഖ്ർ ഇബ്നു ഹർബിൻ ഇബ്നി ഉമയ്യത ഇബ്നി അബ്ദി ഷംസ് ഇബ്നി അബ്ദി മനാഫ് അൽ ഉമവി. അബ്ദു മനാഫ് എന്ന ഈ പിതാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരമ്പരയും അബൂ സുഫിയാൻ്റെ പരമ്പരയും ഒന്നിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഖുറൈശി കുടുംബത്തിൽ, കബീലയിൽപ്പെട്ട സഹാബി വര്യന്മാരാണ്. ആര്? അബൂ സുഫിയാനും അതുപോലെ തന്നെ മുആവിയയും. എല്ലാവരും ഖുറൈശികളാണ്, കുടുംബക്കാരാണ്. നമുക്ക് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നസബ് ഉദ്ധരിക്കുകയാണെങ്കിൽ ആരാണ് പറയുക? മുഹമ്മദ് ഇബ്നു അബ്ദില്ല ഇബ്നി അബ്ദുൽ മുത്തലിബ് ഇബ്നി ഇബ്നി ഹാഷിം ഇബ്നി അബ്ദി മനാഫ് ഇബ്നി അബ്ദി മനാഫ്. അപ്പോൾ അബ്ദു മനാഫ് എന്ന ഈ പിതാവിലേക്ക് ആരവസാനിക്കുന്നു? അബൂ സുഫിയാൻ്റെ നസബും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നസബും അവസാനിക്കുന്നു.
അദ്ദേഹം ഏത് വർഷത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചത്? ഹിജ്റ 8-ാം വർഷത്തിൽ, അതായത് മക്ക വിജയത്തിൻ്റെ ആ വർഷത്തിൽ. അദ്ദേഹം അതിന് ശേഷം ചില യുദ്ധങ്ങളിൽ നബിയോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഹുനൈൻ, ഹവാസിൻ പോലെയുള്ള യുദ്ധങ്ങളിൽ അബൂ സുഫിയാൻ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് വളരെ സത്യസന്ധമായി തന്നെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മരണപ്പെട്ടു എന്നാണ് സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരുടെ ആദർശം. എന്നാൽ ഷിഈ സ്വഭാവമുള്ള ചിലർ ഇത് അംഗീകരിക്കുകയില്ല. അവർക്കുള്ള സ്വഭാവം എന്താണ്? അബൂ സുഫിയാനെയും അതുപോലെ തന്നെ പുത്രനായ മുആവിയയും ആക്ഷേപിക്കുന്നത് അത് ഷിയാക്കളുടെ ആദർശം അല്പം സ്വീകരിച്ച, അതുമായി കൂറുള്ള ചില വിഭാഗക്കാരുടെ സ്വഭാവമാണ് സഹാബത്തുകളെ ആക്ഷേപിക്കുക. ഇവിടെ അബൂ സുഫിയാൻ എന്താ അറിയിച്ചത്? അന്ന ഹിറഖ്ല ആരാണ്? റോമൻ ചക്രവർത്തി, മലിക്കുർ റൂം, റോമൻ രാജാവിനാണ് ഹിറഖിൽ എന്ന് പറയുക. അദ്ദേഹം 31 വർഷം റോമ ഭരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അദ്ദേഹം തർജുമക്കാരനെ വിളിച്ചു. അപ്പോൾ ഹിറഖിൽ എന്ന് പറയുമ്പോൾ ഈ വാക്കിന് 2 ഉച്ചാരണ രീതിയുണ്ട്. ഒന്ന് ഹിറഖൽ, ഹായിന് കസ്റും റായിന് ഫത്ഹും ഖാഫിന് സുക്കൂനും. രണ്ടാമത്തെ ഉച്ചാരണ രീതി ഹിർഖിൽ, റായിന് സുക്കൂനും ഖാഫിന് കസ്റും. ആദ്യത്തെ ഉച്ചാരണ രീതിയാണ് കൂടുതൽ അറിയപ്പെട്ടത്. അദ്ദേഹം തർജുമക്കാരനെ വിളിച്ചു. ദഅ തർജുമാനഹു, മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന വ്യക്തിക്കാണ് തർജുമാൻ എന്ന് പറയുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നൽകപ്പെട്ട ഒരു സ്ഥാനപ്പേരാണ് തർജുമാനുൽ ഖുർആൻ, ഖുർആൻ വ്യാഖ്യാതാവ്. ثم دعا بكتاب النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കിതാബും കത്തും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആര്? ഹിറഖൽ. ഫഖറഅഹു, അത് വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ അബ്ദില്ലാഹി വറസൂലിഹി ഇലാ ഹിറഖൽ വയാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. ഈ ഹദീസ് എങ്ങനെയാണ് ഇമാം ബുഖാരിയുടെ ഉദ്ദേശവും ഇമാം ബുഖാരിയുടെ ഈ ഉൻവാനുമായി നമ്മൾ ബന്ധപ്പെടുത്തുക? ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, വജ്ഹു ദലാലത്തി മിൻഹു, ഇതിൽ നിന്നുള്ള ദലാലത്ത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കതബ ഇലാ ഹിറഖ്ല ബിലിസാനിൽ അറബി, അറബി ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറഖ്ലിലേക്ക് കത്ത് അയച്ചത്. വലിസാനു ഹിറഖ്ല റൂമിയുൻ, ഹിറഖ്ലിൻ്റെ ഭാഷ എന്താണ്? റോമൻ ഭാഷയാണ്. ഫഫീഹി ഇശ്ആറുൻ ബിഅന്നഹു ഇഅ്തമദ ഫീ ഇബ്ലാഗിഹി മാ ഫിൽ കിതാബി അലാ മൻ യുതർജിമു അൻഹു ബിലിസാനിൽ മബ്ഊസ് ഇലൈഹി ലിയഫ്ഹമഹു. ഇബ്നു ഹജർ പറയുന്നു, ഇതിൽ നിന്ന് ഒരു സൂചനയുണ്ട്. എന്താണ് ആ സൂചന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിൽ ഹിറഖ്ലിലേക്ക് കത്ത് അയക്കുമ്പോൾ നബി ആരെയാണ് ആശ്രയിക്കുന്നത്? അതായത് ഹിറഖ്ലിന് ഈ അറബി ഭാഷയിൽ അയാളുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു തർജമക്കാരനെ ആശ്രയിച്ചു കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറബി ഭാഷയിൽ കത്തയക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ കത്തിൽ ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില ആയത്തുകളും ഈ കത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ കത്ത് ഹിറഖ്ലിൻ്റെ അടുക്കിലേക്ക് എത്തിപ്പെട്ടാൽ ഹിറഖിൽ അയാളുടെ ഭാഷയിൽ വിവർത്തനം ചെയ്യുന്ന ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തി വിവർത്തനം ചെയ്യാൻ ആവശ്യപ്പെടുമെന്ന് ആർക്കറിയാമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയാമായിരുന്നു. അതിൽ നിന്ന് തന്നെ ഈ ഖുർആന് മറ്റു ഭാഷയിലേക്ക് ആവശ്യം വന്നാൽ തർജ്ജമ ചെയ്യാൻ പറ്റും എന്ന സൂചന ഇതിൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ആ അധ്യായവും ഈ ഹദീസും ഈ വിഷയത്തിൽ യോജിക്കുന്നു. ഇമാം ബുഖാരി എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? തർജ്ജമക്കാരൻ ആരാണ്? അവിശ്വാസിയാണ്.
ഹിറക്കിലിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തർജ്ജമക്കാരൻ അവിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ്. അയാൾ ആണ് ഈ ആയത്തുകൾ ഉൾപ്പെടെയുള്ള ഈ കത്ത് വായിക്കുന്നത്. കത്ത് വായിക്കുമ്പോൾ തീർച്ചയായും അയാളുടെ വായന അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ വായിക്കപ്പെടുന്ന ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ കലാമാണ്. ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാനാണ് ഇമാം ബുഖാരി ഈ അധ്യായം കുറിച്ചത്. മനസ്സിലായില്ലേ? ഇത് അഖീദപരമായ ഒരു വിഷയമാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന വേറൊരു കാര്യം, മറ്റു ഭാഷക്കാർക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഖുർആന് അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ വിവർത്തനം ചെയ്യാം എന്ന ആശയം കൂടി നമുക്കിതിൽ നിന്ന് പഠിക്കാം. മനസ്സിലായില്ലേ? നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്. എന്നിട്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, വസ്തദല്ല അൽ ബുഖാരി ഫി കിതാബി ഖൽഖി അഫ്ആലിൽ ഇബാദി ബിഖിസ്സത്തി ഹിറഖ്ല ലിമത്ലൂബിഹി അന്നൽ ഖിറാഅത ഫിഅലുൽ ഖാരി. ഇമാം ബുഖാരിയുടെ ഉദ്ദേശം അദ്ദേഹം കൂടുതൽ വ്യക്തമാക്കിയത് ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്നിവിടെ മുകളിൽ എഴുതപ്പെട്ട ഇമാം ബുഖാരിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. ജഹ്മിയാക്കൾക്ക് മറുപടിയായിട്ട് ഇമാം ബുഖാരി എഴുതിയ ഗ്രന്ഥമാണ് ഖൽഖു അഫ്ആലിൽ ഇബാദ്. അതിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി സമർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? അന്നൽ ഖിറാഅത ഫിഅലുൽ ഖാരി. ഖിറാഅത്ത് വായന എന്ന് പറയുന്നത് അത് വായിക്കുന്നവൻ്റെ ഫിഅലാണ്, കർമ്മമാകുന്നു. ഫഖാല, ഇമാം ബുഖാരി പറയുന്നു, ഖദ് കതബ النبي صلى الله عليه وسلم في كتابه إلى قيصر بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم എന്ന് ആരംഭിച്ചുകൊണ്ട് ആരെഴുതി? നബി കത്തിലെഴുതി. കത്തിലെഴുതി എന്ന് പറയുമ്പോൾ നബി കൈകൊണ്ട് എഴുതിയല്ല കേട്ടോ, എഴുതാൻ ഒരു സഹാബിയെ കൽപ്പിച്ചു. വഖറഅഹു തർജുമാനു ഖൈസർ. റോമൻ ചക്രവർത്തിയായ ഖൈസറിൻ്റെ തർജ്ജമക്കാരനാണ് അത് വായിച്ചു കൊടുത്തത്. വലാ യുശക്കു ഫി ഖിറാഅത്തിൽ കുഫാരി അന്നഹ അഅമാലുഹും. സത്യനിഷേധികളുടെ ഖിറാഅത്തിൽ ആരും സംശയിക്കുകയില്ല അത് അവരുടെ പ്രവൃത്തിയാണെന്ന്. അതായത് ഈ ജഹ്മിയാക്കൾ അള്ളാഹുവിൻ്റെ കലാം മഖ്ലൂഖാണെന്ന് സമർത്ഥിക്കാൻ എന്താ പറഞ്ഞത്? ഒരു ന്യായം, അത് വായിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അതായത് മനുഷ്യൻ വായിക്കുന്നു, അള്ളാഹുവിൻ്റെ സിഫത്ത് എങ്ങനെയാണ് വായിക്കപ്പെടുക എന്ന് ബുദ്ധി കൊണ്ട് അന്ന് തന്നെ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രമാണങ്ങൾ തള്ളുന്ന സ്വഭാവം അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഇമാം ബുഖാരി കൊടുക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ നിലയ്ക്ക് നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ ഇത് സത്യനിഷേധിയായ ഈ തർജ്ജമക്കാരനാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അയാളുടെ വായന എന്താണ്? അയാളുടെ വായന സൃഷ്ടിയാണ്, പക്ഷെ വായിക്കപ്പെടുന്ന വചനങ്ങൾ അള്ളാഹുവിൻ്റെ കലാമാണ്. ഷെയ്ഖ് ഹാഫിദുൽ ഹക്കമി അദ്ദേഹത്തിൻ്റെ സുല്ലമുൽ ഉസൂൽ എന്ന കാവ്യരൂപത്തിലുള്ള അഖീദയുടെ വിഷയത്തിൽ ചിട്ടപ്പെടുത്തിയൊരു കൃതിയാണ്. അതിൽ പറയുന്നു, ഫസ്സൗതു വൽ അൽഹാനു സൗതുൽ ഖാരി ലകിന്നമൽ മത്ലൂഉ ഖൗലുൽ ബാരി. ഫസ്സൗതു വൽ അൽഹാനു സൗതുൽ ഖാരി. ശബ്ദവും ഈണങ്ങളുമെല്ലാം പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ സൃഷ്ടിയാണ്. ലകിന്നമൽ മത്ലൂഉ ഖൗലുൽ ബാരി. എന്നാൽ വായിക്കപ്പെടുന്ന വചനങ്ങൾ ബാരിയായ അള്ളാഹുവിൻ്റെ വചനങ്ങളാകുന്നു. അപ്പോൾ ഇമാം ബുഖാരിയുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലായി. അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ മനസ്സിലായി. കൂടാതെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, സത്യനിഷേധികൾക്ക് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കത്ത് അയക്കുന്നതിൽ തെറ്റില്ല, അത് അനുവദനീയമാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കത്തുകൾ അയക്കുമ്പോൾ ആരംഭിക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വാക്യം നൽകിക്കൊണ്ടാണ്. അത് സുന്നത്താണെന്ന് നമുക്ക് സഹീൽ ബുഖാരിയിലൂടെ മനസ്സിലായി. എന്നാൽ കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അഖ്തഅ. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏതൊരു പ്രധാനപ്പെട്ട കാര്യവും ബറക്കത്തില്ലാത്തതാവുന്നു എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസ് ദഈഫാണെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? കുല്ലു അംരിൻ ദീബാലിൻ എന്ന് തുടങ്ങുന്ന ഹദീസ് ഉണ്ടല്ലോ, അത് ദഈഫാണ്. പക്ഷെ നമുക്ക് ഈ ബുഖാരിയിലെ ഹദീസ് മതി. ഇത് പ്രവർത്തിച്ചുകൊണ്ട് ഇത് സുന്നത്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ
വബദാഅതു സാഹിബിൽ കിതാബത്തി ബിനഫ്സിഹി. ആരാണോ കത്ത് അയക്കുന്നത് ആ വ്യക്തിയുടെ പേരും അതിൻ്റെ കൂടെ ശേഷം ബിസ്മിക്ക് ശേഷം നൽകുന്നത് അത് സുന്നത്താണെന്ന് മനസ്സിലായി. ആരാണോ കത്ത് അയക്കുന്നത് അയാളുടെ പേരൊന്ന് അവിടെ കുറിച്ച് വെക്കുക. അതും ഈ ഹദീസിൽ നമുക്ക് ലഭിക്കുന്നൊരു പാഠമാണ്. അപ്പോൾ ഇതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇതാണ് ഇൻഷാ അല്ലാഹ് സഹോദരന്മാരെ നമ്മുടെ ഹദീസിൻ്റെ അവസാനത്തെ ക്ലാസ്. ഇത് 10ാമത്തെ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ വീണ്ടും തഫ്സീറിലേക്ക് തന്നെ മടങ്ങും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ റമദാൻ മാസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സിലും നമ്മുടെ കർമ്മങ്ങളിലുമൊക്കെ വേണം. അതോടൊപ്പം തന്നെ ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന സംഗതിയും നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ മാസത്തിൽ നമ്മൾ കാണപ്പെടാറുള്ള ഒരു അറിയപ്പെട്ട ബിദ്അത്തായി മനസ്സിലാക്കേണ്ടത് ശഅബാൻ 15-ാം രാവിന് ഒരു പ്രത്യേകം നൽകിക്കൊണ്ട് നോമ്പ് നോൽക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ കാര്യമായി നമ്മൾ കാണാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ബിദ്അത്താണ് എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബത്തുകളോ ചെയ്തിട്ടില്ല. അവരുടെ കാലഘട്ടത്തിന് ശേഷം ചില താബിഈങ്ങളിൽ നിന്ന് മഖ്ഹൂൽ പോലെയുള്ള ചില താബിഈങ്ങളിൽ നിന്ന് ഇങ്ങനെ ശഅബാൻ 15-ന് കൂടുതൽ ഇബാദത്തുകൾ എടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ തെളിവ് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ഇമാം അബൂബക്കർ അത്തർത്തൂഷി റഹ്മഹുല്ലാഹ് ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനാണ് ഇമാം അബൂബക്കർ അത്തർത്തൂഷി. അദ്ദേഹത്തിൻ്റെ അൽ ഹവാദിസ് വൽ ബിദ്അ എന്ന പുസ്തകത്തിൽ പറയുന്നു, അൻ സയ്യിദ് ബിൻ അസ്ലം താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, മാ അദ്റക്ന അഹദൻ മിൻ മശീഖത്തിന വലാ ഫുഖഹാഇന യൽതഫിതുന ഇല നിസ്ഫി മിൻ ശഅബാൻ. നമ്മുടെ ഷെയ്ഖുമാരിൽ നിന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്നും ആരും ഞാൻ കണ്ടിട്ടില്ല യൽതഫിതുന ഇല നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ലേക്ക് അവർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുമായിരുന്നില്ല. ഇതാര് പറയാണ്? താബിഈ പണ്ഡിതൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ യൽതഫിതുന ഇല ഹദീഥി മഖ്ഹൂൽ എന്ന ഷാമിക്കാരനായ ആ പണ്ഡിതൻ ഉദ്ധരിക്കുന്ന ഹദീസിലേക്കും അവർ തിരിഞ്ഞ് നോക്കുകയില്ലായിരുന്നു. ഇമാം മഖ്ഹൂലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു എതിരായ അഭിപ്രായം പ്രകടിപ്പിച്ചത്. എന്നാൽ ബഹുഭൂരിപക്ഷം താബിഈങ്ങളും അതിനു മുമ്പ് സ്വഹാബത്തുകൾക്ക് ഈ വിഷയം അറിയുക പോലും ഇല്ല. വലാ യറൗന ലഹ ഫദ്ലൻ അലാ മാ സിവാഹ. ശഅബാൻ 15-ന് മറ്റു രാവുകളേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത അവർ അറിഞ്ഞിരുന്നില്ല എന്ന് ഇമാം അബൂബക്കർ തുർത്തൂഷി സയ്യിദ് ബിൻ അസ്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുക എന്ന് പറയുന്നത് അത് സുന്നത്താണ്. അതായത് ശഅബാൻ 15-ന് പ്രത്യേകം നൽകാതെ ശഅബാൻ മാസം നോമ്പെടുക്കുക എന്ന് പറയുന്നത് അത് സുന്നത്തിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ അതിൽ 15 ഉൾപ്പെട്ടാൽ കുഴപ്പമില്ല. പക്ഷെ 15-ന് മാത്രം ഒരു പ്രത്യേകം നൽകിക്കൊണ്ട് നമ്മൾ നാട്ടിൽ പറയാറുള്ളത് ബറാത്ത് നോമ്പ് എന്നല്ലേ, ബറാത്ത് നോമ്പ് എന്ന നിലക്ക് നോൽക്കുന്നതിലാണ് പ്രശ്നം. ആയിഷ ബീബി പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, വമാ റഅയ്തുഹു ഫീ ഷഹ്റിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. ശഅബാൻ മാസത്തേക്കാൾ കൂടുതൽ റമദാൻ മാസത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നൊരു മാസമായിട്ട് ഞാൻ വേറെ മാസത്തെ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കാറുള്ളത് ഏത് മാസത്തിലാണ്? ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കുന്ന സമ്പ്രദായം ഒരു മനുഷ്യനുണ്ട്. അയാൾ അങ്ങനെ ശഅബാൻ മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ നോറ്റ് കഴിഞ്ഞാലും അവിടെയും പ്രശ്നം വരുന്നില്ല. ഇവിടെ തഖ്സീസാണ് ബിദ്അത്തിന് കാരണമാകുന്നത്. അങ്ങനെ കുറേ ഇബാറത്തുകളൊക്കെ വായിക്കാനുണ്ട്. ഏതായാലും ഇതിൽ ഈ കൂട്ടത്തിൽ പറയാനുള്ളത് ശഅബാൻ 15-നാണ് ഖുർആൻ അവതീർണമായത് എന്ന ഒരു തെറ്റിദ്ധാരണ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്.
ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക എന്ന സൂറത്ത് ദുഖാൻ്റെ ആയത്തുണ്ട്. ഒരു അനുഗ്രഹീതമായ രാവിലാണ് നാം ഖുർആൻ അവതരിപ്പിച്ചത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത് ഷഅബാൻ 15-നെയാണെന്ന് ചിലർ പറയാറുണ്ട്. മനസ്സിലായില്ലേ? ഇബ്നു കസീർ പറയുന്നു തഫ്സീറിൽ, വമൻ ഖാല ഇന്നഹ ലൈലത്തു നിസ്ഫി മിൻ ഷഅബാൻ, സൂറത്ത് ദുഖാനിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ പറയുന്നു, വല്ലവനും ഇതുകൊണ്ട് ഷഅബാൻ 15 ഉദ്ദേശിക്കുന്നതെന്ന് വാദിച്ചാൽ ഫഖദ് അബഅദ നുജ്അ, അവൻ സത്യത്തിൽ നിന്ന് വളരെ വിദൂരമായിരിക്കുന്നു എന്ന് ഇമാം ഇബ്നു കസീർ തഫ്സീറിൽ പറയുന്നു. ഏതായാലും സഹോദരന്മാരെ, നമുക്ക് സുന്നത്തായ കാര്യങ്ങൾ ധാരാളമുണ്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകൾ ചെയ്യാൻ സമയവുമില്ല, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ബിദ്അത്ത് ചെയ്താൽ അതിന് കൂലിക്ക് പകരം ദോഷമാണ്, തിന്മകളാണ് ഉണ്ടാവുക. മാത്രമല്ല, ഈ ബിദ്അത്ത് ചെയ്ത് അവസാനം അത് ഷിർക്കിലേക്ക് എത്താനും സാധ്യതയുണ്ട്. കാരണം ഷിർക്ക് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അപകടകരമായ മേഖല ഏതാണ്? ബിദ്അത്തിൻ്റെ മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിക്കാനും യഥാർത്ഥ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.